ജോണേട്ട, ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് ആനപ്രേമികളെ സംബന്ധിച്ച് കുറച്ച് വിഷമപ്പെടുത്തുന്ന കാര്യമാണ്. ആനപ്രേമികൾ അറിയാലോ, കേരളത്തിൽ ആനപ്രേമികൾ ഇല്ലാത്ത സ്ഥലമില്ല. ഓരോ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിൽ ആദ്യം എത്തുന്നത് ആനയാണ്. എന്തായാലും ആനപ്രേമികൾക്ക് വിഷമപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഈ ആന സ്നേഹികളുണ്ടല്ലോ, എങ്ങനെ ഈ ആനയെ സ്നേഹിക്കുന്ന, അതെ അതെ, കാട്ടിൽ തന്നെ ആന ജീവിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, അവർക്ക് എന്തായാലും ഇത് സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ആ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ആ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? അതായത് ആന എഴുന്നള്ളിപ്പിന് ദൂരപരിധി ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ശ്രീജിത്തിന് ഇഷ്ടപ്പെട്ട ഏതാനയാണ് ശ്രീജിത്തിന് ഇഷ്ടം? ആന രാമൻ. അതാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ആന. ആണോ? അതെ അതെ. ഞാൻ ഈ ഉത്സവങ്ങൾക്ക് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പണ്ട് എഴുന്നള്ളിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിരുന്നു രാമന്. അപ്പോൾ വലിയ അന്ന് BJP ഉൾപ്പെടെയുള്ളവർ ആനപ്രേമികളെല്ലാം പൊതുയിടത്തിലിറങ്ങി സമരത്തിന് തന്നെ ഇറങ്ങിയിരുന്നു. അത്രയ്ക്ക് ആരാധകരുള്ളതാണ്. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തലയെടുപ്പുള്ള ആനകൾ, ഇപ്പം ഗുരുവായൂർ കേശവൻ എന്നാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഗുരുവായൂർ കേശവനാണ്. അതിനുശേഷം ഒരുപാട് ആനകൾ, ആ ആനകളെ ആനപ്രേമികളായാലും ഉത്സവം ഇഷ്ടപ്പെടുന്നവരായാലും ഒക്കെ നമുക്ക് അറിയാം. ഉത്സവം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരമാണ് ഈ ആനയുമായി ബന്ധപ്പെട്ട. നാട്ടില് മറ്റൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ അല്ല, പൂരം നടക്കുന്നതൊക്കെ ആനയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടാകുന്ന തൃശ്ശൂർ പൂരം വരുമ്പോഴാണ്. അപ്പം നമുക്ക് ഞാൻ ഈ ശൂരനാട് ഒരു പൂരം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ ഈ പാമ്പാടി രാജൻ, ഓരോ ആനകളും ഇങ്ങനെ വരും. വലിയ വിശാലമായ പ്രദേശത്താണ്. അപ്പം അത് ഈ ആരാധകർ, അതെ, ആരാധകർക്ക് ഈ ആനയെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഇതിങ്ങനെ ഇപ്പോൾ ഭയങ്കര അനൗൺസ്മെന്റ് ആണ്. അടുത്തതായി ഇപ്പം നമുക്ക് ആനയടിപ്പൂരം കേട്ടിട്ടുണ്ട്. ആനയടിപ്പൂരം അവിടെയാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും പോകും. ഈ പാമ്പാടി രാജൻ വരുന്നു. അപ്പോൾ ആന വരുമ്പോൾ തന്നെ ആളുകൾ സെൽഫി എടുക്കാനായി കൂടുന്നു. ആളുകൾ വലിയൊരു ആവേശമാണ് ആളുകൾക്ക്. എന്തോ ഒരു സിനിമാ താരം വരുന്നത് പോലെയുള്ള ആവേശം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആനയ്ക്കും ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാകണം ഞാനൊരു സ്പെഷ്യലാണ്, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ആനയുടെയും നടപ്പും എടുപ്പും ഒക്കെ ആ തരത്തിലാണ്. ഒരു കുറച്ചുകൂടെ സാധാരണ ആനകൾ, ബാക്കിയുള്ളവരൊക്കെ പാവങ്ങളൊക്കെ അവിടെ മൂലയ്ക്ക് മാറി നിൽപ്പുണ്ട്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഒരു തലയെടുപ്പോട് കൂടി വന്നിറങ്ങുന്നു. പിന്നെ ഭയങ്കര, നമ്മൾ ഈ തിയേറ്ററിൽ റിലീസ് ദിവസം ഇത് വർണ്ണ പേപ്പറൊക്കെ വാരി എറിയുന്ന പോലെ എറിയുന്നു, പൂക്കൾ അത് സ്റ്റാറ്റസ് ആക്കുന്നു. അങ്ങനെ ആന തിരിച്ചു. അല്ല, ഞാൻ രസകരമായ മറ്റൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടു. അതിന് ശേഷം ഞാൻ ഒരു തവണ അവിടെ പോയപ്പോൾ, അപ്പോൾ ഞാനും എൻ്റെ വേറൊരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, അയാളുടെ വീട്ടിലാണ് എല്ലാ വർഷവും പോകുന്നത്. അപ്പോൾ ഒരു തവണ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ്. അയാൾ ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ സുഹൃത്ത് അയാളുടെ വീട്ടിലാണല്ലോ പോകുന്നത്, പക്ഷേ അയാൾ ഇതിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങ് പോകും. പിന്നെ രാത്രിയാണ് തിരിച്ചു വരുന്നത്, ഇത് തീരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഞാനും വേറൊരു സുഹൃത്തുമുണ്ട്. വേറൊരാളെ വിളിക്കണം, ഒരു വക്കീലിനെ വിളിക്കണം, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനെ പൂരത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ആന ഇടഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ സുഹൃത്തിനെ വിളിക്കാൻ എൻ്റെ ഫോൺ, അന്ന് പുതിയ ഫോണാണ്, അതിങ്ങനെ എടുത്ത് അങ്ങോട്ട് വിളിച്ച്, എൻ്റെ കൂടെ ഉള്ളത് എന്നെക്കാട്ടി നല്ല പൊക്കമുള്ള 6 അടി ഉയരമുള്ള ഒരു ആളാണ് എൻ്റെ സുഹൃത്ത്. ഞാനിങ്ങനെ എടുത്തു വെച്ചത് ഇവൻ കൈ തട്ടി, ഇതങ്ങ് ഫോണങ്ങ് തെറിച്ചു പോയി. കൂടെ നിന്ന ആൾ കയറി ഒറ്റ ഓട്ടം ഓടി. നമ്മളവിടെ ഒറ്റയ്ക്കായിപ്പോയി. ആന ഇടഞ്ഞു വരുമല്ലേ, എന്നാൽ അവൻ നമ്മളെ കൂട്ടുമല്ല, അയാൾ ഒറ്റയ്ക്ക് ഓടി കയറി അങ്ങ് പോയി. ഞാൻ ഓടി, കുറച്ച് ദൂരം ഓടി. എവിടെ വെച്ചായിരുന്നു? ആനയടിപ്പൂരത്തിനാണ്. കുറച്ച് ഓടിയപ്പോൾ എനിക്ക് തോന്നി ആ ഫോണിലാണ് എല്ലാ കോണ്ടാക്ട്സും. ആന കുത്തിയാലും വേണ്ടിയില്ല, ഈ ഫോൺ തിരിച്ചെടുക്കണം. കാരണം വാങ്ങിച്ചിട്ട് 2 ദിവസം കണ്ടായതേ ഉള്ളൂ. നമ്മുടെ ജീവൻ പോയാലും ഫോണാണ് നമുക്ക് പ്രധാനം. തിരിച്ചോടിച്ചപ്പോൾ അവിടെ ഒന്നും ആരുമില്ല. ആനയൊന്നും ഇടഞ്ഞില്ല. ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞാണ്, ചുമ്മാ വിളിച്ചു പറഞ്ഞ് ആന ഇടഞ്ഞു. അതിങ്ങനെ കേട്ട് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് ആളുകളെല്ലാം കയറി കുറേ ചെരുപ്പുകൾ ഇങ്ങനെ കിടക്കുന്നു, ബലൂൺ കിടക്കുന്നു, ഇതെല്ലാം കിടക്കും. ആനകൾ അവിടെ നിൽപ്പുണ്ട്, ഒരാന പോലും ഇടഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫോൺ അവിടെ കിടപ്പുണ്ട്. ആരോ ചവിട്ടിയതിൻ്റെ പാടുണ്ടെന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോരുന്നു. അപ്പോൾ ഈ പൂരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ആന എഴുന്നള്ളിപ്പിന് ദൂരപരിധിയാണ്, കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത്
8 മീറ്റർ അകലം പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ആനകളെ ഉത്സവത്തിന് അനുവദിക്കാവൂ. ക്ഷേത്രാങ്കണത്തിനിടയിൽ ജനങ്ങളും നിന്ന് 8 മീറ്റർ. പലപ്പോഴും ആളുകൾക്ക് ഈ ആനയെ കാണുമ്പോൾ വലിയ ആവേശമാണ്, വലിയ ധൈര്യവാന്മാരായിട്ട് ആനയുടെ അടുത്തൊക്കെ ചെന്ന് നിൽക്കുകയും. മലയാളികൾ അങ്ങനെയാണ്. മലയാളികൾ അവരുടെ സാംസ്കാരികമായി അവർ ആനയും വേറൊരു മൃഗം അങ്ങനെ അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മൃഗമില്ല. കാരണം ആചാരപരമായും അല്ലാതെയും അവർ ആന എന്ന് പറയുന്ന, അപ്പോൾ നമ്മൾ അക്ഷരം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ അമ്മ, ആ ആന ഇങ്ങനെ പറഞ്ഞാണല്ലോ നമ്മൾ അക്ഷരം പഠിച്ചു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ആനയെ പേടിയുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ആനയുണ്ട്. എന്തായാലും 8 മീറ്റർ അകലമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആനയുടെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ആന രാത്രി 10-നും പുലർച്ചെ 4-നും ഇടയിൽ ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. ദിവസം 30 കിലോമീറ്ററിലധികം ആനയെ നടത്തിക്കൊണ്ടുപോകരുത്. 30 കിലോമീറ്റർ അങ്ങനെ നടക്കാറില്ല, കണ്ടിട്ടില്ലേ? ലോറി കൊണ്ടുപോകും. പക്ഷെ ലോറി കൊണ്ടുപോകുന്ന കാര്യവും പറയുന്നുണ്ട്. വാഹനത്തിലാണെങ്കിൽ 126 കിലോമീറ്ററിലധികം കൊണ്ടുപോകാൻ പാടില്ല. വാഹനത്തിൻ്റെ വേഗം മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കൂടരുത്. വളരെ പതുക്കെ പോകാൻ പാടില്ല. ആന നടത്തിക്കൊണ്ടു. അപ്പോൾ ഇതിലും ഭേദം നമ്മളൊന്നും പറയത്തില്ല. വാഹനത്തിൽ സ്പീഡ് ഗവേണേഴ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കണം എന്ന് ഇത്രയും. പിന്നെ ആനയുടെ വിശ്രമം 24 മണിക്കൂറിനുള്ളിൽ ആനയ്ക്ക് 8 മണിക്കൂർ വിശ്രമം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണം. അത് വേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും ആന ഇങ്ങനെ നിരന്തരം പിന്നെ ജോണേട്ട മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നല്ല പ്രസിദ്ധിയുള്ള ഫാൻസുള്ള ആനകൾ അവർക്ക് നല്ല ആഹാരവും കെയറിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സാധാരണ ആനകൾ എപ്പോഴും ക്രൂരതയ്ക്ക് ഇരയാകുന്നത് മറ്റൊരു കാര്യമാണ്. അത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതാണ്. അത് കുറേ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ്. യഥാർത്ഥത്തിൽ ആന എന്ന് പറയുന്നത് വന്യജീവിയാണ്, കാട്ടിൽ വസിക്കുന്ന ജീവിയാണ്. അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ ചട്ടമൊക്കെ പഠിപ്പിച്ച് ഈ നാട്ടാനയാക്കി എടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് എപ്പോഴായാലും ആനയുടെ ആ വന്യജീവി എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വലിയ തർക്കം നടക്കുന്നതാണ്. ഇത് വേണോ വേണ്ടേ എന്ന രീതിയിലുള്ള അല്ലേ, ആനയുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും അങ്ങനെ ഒരു തർക്കമുണ്ട്. ആനയെ തുറന്ന് കാട്ടിലേക്ക് വിടുന്ന വേണമോ, അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള ഉദ്ഘാടനങ്ങളിൽ ഉൾപ്പെടെയുള്ളതിൽ അല്ലെങ്കിൽ ഈ ആനകള് എഴുന്നള്ളിക്കണോ എന്ന ബന്ധപ്പെട്ട് വലിയ വിവാദം പണ്ട് മുതലേ ഉണ്ട്. ഈ അടുത്ത് നമുക്കറിയാമല്ലോ, ഇപ്പം നിരന്തരം വയനാട്ടിലൊക്കെ ആനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മുമ്പില്ലാത്ത വിധം ആനകൾ നാട്ടിലിറങ്ങിയും ആളുകൾ ഉപദ്രവിക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നീട് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് അരിക്കൊമ്പൻ ഫാൻസ് തന്നെ ഇപ്പോഴും ഉണ്ട്. അരിക്കൊമ്പൻ എങ്ങോട്ട് പോകുന്നു, അരിക്കൊമ്പൻ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അരിക്കൊമ്പനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അരിക്കൊമ്പൻ ആളുകളെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് അരിക്കൊമ്പനെ മറ്റൊരു കാട്ടിലേക്ക് അയക്കുന്നത്. ഈ ആന സ്നേഹികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. ഇത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഈ ഉത്സവം ആഘോഷിക്കുക, ആനകളുടെ ഒപ്പം നടക്കുക, ആന പ്രേമികളായിട്ടുള്ള ആളുകളും ആന സ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട്. വാക്ക് ഏകദേശം ഒന്നാണെങ്കിൽ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആനപ്രേമികളും ആന സ്നേഹികളും ഉണ്ട്. എന്തായാലും മറ്റൊരു കാര്യം പറയുന്നത്, 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം. 3 മീറ്റർ അകലം വേണം. തീപ്പന്തത്തിൽ നിന്ന് 5 മീറ്റർ അകലം വേണം. ഉത്സവ സമയത്ത് തീപ്പന്തത്തിൽ നിന്ന് 5 മീറ്റർ അകലം വേണം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്, ജനങ്ങളും ആനയ്ക്കും ഇടയിൽ ബാരിക്കേഡ് വേണം എന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വെയിലത്ത് നിർത്തരുത്, ഭക്ഷണവും വെള്ളവും ഉറപ്പ്, അത് നേരത്തെ പറയുന്ന കാര്യമാണ്. വെയിലത്ത് നിർത്തരുതെന്ന് പറയുന്നുണ്ട്. തുടർച്ചയായി 3 മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല. ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെയെങ്കിലും ആനയെ നിർത്തണം. ഈ വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് ആനയെ സംബന്ധിച്ച് ആന പെട്ടെന്ന് വിരണ്ടോടാൻ സാധ്യതയുണ്ട് എന്നാണ്. വെടിക്കെട്ടിൻ്റെ സംബന്ധിച്ച് ഈ 100 മീറ്റർ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ആനയെ പെട്ടെന്ന് പ്രകോപിതനാകാനോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വളരെ ശാന്തനായി നിൽക്കുന്ന ആന പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഒരാൾ ചെന്നിട്ട് ആനയുടെ വാലെ പിടിക്കുന്നു. അതുവരെ ശാന്തനായി നിന്ന് ആന. അത് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന വലിയ തെറ്റാണ്. ചില ആനകൾ ഈ പാപ്പാന്മാർ പലതവണ ആവർത്തിക്കും അതിനെ തൊടാനോ അതിനെ ഉപദ്രവിക്കാനോ പോവില്ലേ എന്ന് ആവശ്യപ്പെട്ടാൽ തന്നെ ഈ ജനങ്ങൾക്ക് അത് മനസ്സിലാകും. ജനങ്ങൾ കുറച്ചുകൂടെ ബോധമായ കാര്യം. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ വിചാരിക്കുന്ന ഒരു ജീവിയല്ല. ഞാൻ ഈ
പോയിട്ടുണ്ടോ? ഈ വനമേഖലയിലൊക്കെ പോയിട്ടുണ്ടോ? അച്ചൻകോവിൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അവർ നമുക്കറിയാം. ഇപ്പോൾ അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളുണ്ട്. ആന നേരെ ഇങ്ങനെ ഇറങ്ങി വരുമല്ല, ഇതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ഒറ്റ ഞെരങ്ങി ഇനി പോരത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഓടാനോ മാറാനോ എന്നുള്ള സമയമൊന്നും കിട്ടത്തില്ല. ഞങ്ങളൊരിക്കലും ഒരു ക്യാമ്പിന് കുളത്തൂപ്പുഴ അരിപ്പയിൽ 2-3 ദിവസത്തെ ഒരു പ്രോഗ്രാം അവിടെ പോയപ്പോൾ അവിടെ ആന കയറാതിരിക്കാൻ എന്ന തരത്തിലുള്ള ബിൽഡിങ്ങാണ് ഒരു വനം വകുപ്പ് കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഈ നമ്മൾ വരുന്ന വഴിക്കെല്ലാം ആനയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രി ഞങ്ങളെല്ലാം ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആ മുറ്റത്തൂടെ ആനയ്ക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല, കെട്ടിടം അങ്ങനെ ആയതുകൊണ്ട് കയറാൻ പറ്റും. പക്ഷേ തൊട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു, തൊട്ട് മുന്നിൽ വന്ന് ആനയാണ് നിൽക്കുന്നത്. അവിടം വരെയൊക്കെ ആന വരും. അത് കാടാണ്, ഈ അവർ താമസിക്കുന്ന ഇടമാണല്ലോ. നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ പറയും ആന നാട്ടിലിറങ്ങുന്നത്, അവരുടെ ഇടം കൂടെ നമ്മൾ പിടിച്ചെടുത്തിട്ടാണ് ഈ താമസിക്കുന്നത്. അപ്പോൾ അത് അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ കുഴപ്പമല്ല, അന്നിരുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസിയുടെ ഭാഗമായിട്ട് വന്നത്. പണ്ട് കാലത്ത് കുടിയേറ്റ കർഷകർ അവരെങ്ങനെ കൊണ്ടുപോയി കാട് വെട്ടിത്തെളിച്ച് അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം. അങ്ങനെയാണ് പല മലയോര മേഖലകളിലും ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ആളുകളൊക്കെ ഇപ്പോൾ കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ട്രൈബൽസ് ഇപ്പോഴും ഈ ആനയുമായി ബന്ധപ്പെട്ട കാടുകളിലാണ് അവരെ സംബന്ധിച്ചൊന്നും ഒരു വിഷയമില്ല. അവർക്കറിയാം, അവർക്ക് കൃത്യമായിട്ട് അറിയാം ആന എത്ര. ഞാൻ ഈ ഇതുമായിട്ട് രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പം ഞങ്ങളിങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇതിലേ നടക്കരുത്, ആന വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അവർക്ക് ആനച്ചൂരറിയാം, ആനച്ചൂര് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? നമുക്കിതൊന്നും കിട്ടുന്നില്ല, നമ്മൾ വല്ലപ്പോഴും ഇവിടെ വരുന്ന ആളുകളല്ലേ, തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം ഏത് സമയത്ത് ആന വരും. ആന വരുന്ന കൃത്യമായ ഒരു സമയമുണ്ട്, ആന ഇറങ്ങി വരുന്ന സമയമൊക്കെ ഉണ്ട്. അതറിയാവുന്നവർക്കറിയാം. നമുക്കറിയാൻ വയ്യാതെ നമ്മളതിൻ്റെ മുമ്പിൽ ചെന്ന് പെടരുത്. എന്തായാലും കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഇത് എന്തൊക്കെ ഇനി നടപ്പിലാകും? പലപ്പോഴുമായിട്ട് കോടതി ഇതുപോലെ നിർദ്ദേശങ്ങൾ, വിധികൾ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നടപ്പിലാകും എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം.